അതിരൂക്ഷമായ തിരൂരിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സബ്മിഷൻ ഉന്നയിക്കുന്നത്. വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധി പ്രത്യേകിച്ച് വേനൽക്കാലത്ത് രൂക്ഷമാണെന്ന് അറിയാം. എന്നാൽ തിരൂരിലെ സ്ഥിതി അതിരൂക്ഷമാണ് എന്നുള്ളതാണ് വസ്തുത. 2 ദിവസം വരെ വൈദ്യുതി ഇല്ലാത്ത സാഹചര്യങ്ങൾ ഞങ്ങളുടെ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. അധിക ഭാരവും പ്രസരണ ശൃംഖലയുടെ അപര്യാപ്തതയുമാണ് ഇത് ഈ പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത്. തിരൂര്, തിരുനാവായ, തവന്നൂർ മേഖലയിൽ ഈ വേനൽക്കാലത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടി വന്നു. ഒരു സർക്കിളിൽ ശരാശരി കേരളത്തിൽ 5,60,000 കൺസ്യൂമേഴ്സാണ് ഉള്ളത് എങ്കിൽ തിരൂർ സർക്കിളിന് കീഴിൽ അത് 7,60,000 എന്നുള്ളതാണ് വസ്തുത. ഒരു സർക്കിളിൽ ശരാശരി 32 സെക്ഷൻ ഓഫീസുകളാണ് ഉള്ളതെങ്കിൽ തിരൂരിൽ അത് 37. എല്ലാം കൊണ്ടും ഭാരം ചുമക്കുകയാണ് ഞങ്ങളുടെ സർക്കിൾ, അതിന് കീഴിലുള്ള മറ്റു കേന്ദ്രങ്ങളും. വേനൽക്കാലത്ത് ട്രാൻസ്ഫോമർ ഓഫാക്കിയാൽ പിന്നെ ആ മേഖലയിൽ കറണ്ട് ഇല്ല എന്നുള്ളതാണ് വസ്തുത. തിരൂർ ഫീഡറിൽ 11 kV ലൈനിൻ്റെ ലെങ്ത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് പ്രതിസന്ധി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ്റനൻസിന് വേണ്ടി ഓഫാക്കിയാൽ പിന്നെ കറണ്ട് എപ്പോഴാണ് വരുന്നത് എന്ന് കാത്തിരിക്കേണ്ട ഒരു ഗതികേടാണ് ഉള്ളത്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വൈദ്യുതി വകുപ്പ് തയ്യാറാകേണ്ടതുണ്ട്. അതിന് നിർദ്ദേശിക്കാനുള്ളത് ഒന്ന്, ബംഗാളൂരിലെ സബ്സ്റ്റേഷൻ അത് കുറേക്കാലമായി ഇങ്ങനെ ഇഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്ക് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, വൈരങ്ങോട്, തിരുനാവായ, കൽപ്പകഞ്ചേരി ഡബിൾ സർക്യൂട്ട് ലൈനിൻ്റെ വർക്ക് ത്വരിതപ്പെടുത്താൻ സന്നദ്ധമാകേണ്ടതുണ്ട്. 3, എടപ്പാൾ തവനൂരിൽ ലൈനിൽ 33 kV ലൈൻ സ്ഥാപിക്കണം. ഇങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്ത് വൈദ്യുതി മുടങ്ങിയാൽ എടപ്പാൾ ബാങ്കിൽ നിന്ന് കൊണ്ടുവരാൻ തിരൂരിലേക്ക് സാധിക്കും. മൂന്നാമതൊന്ന്, ആലത്തിയൂർ, താനൂർ കേന്ദ്രങ്ങളിൽ പുതിയ 33 kV സബ്സ്റ്റേഷനുകൾ തുടങ്ങുക എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രത്യേക മന്ത്രിയോട് അഭ്യർത്ഥിക്കുകയും മലപ്പുറം ജില്ലയിലെ പ്രത്യേക സാഹചര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി പ്രത്യേക മീറ്റിംഗ് മലപ്പുറത്ത് വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മീറ്റിംഗിലെ തീരുമാനമനുസരിച്ച് മലപ്പുറം പാക്കേജ്, സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ പൂർത്തീകരണവും കൂടിയായാൽ ഈ മേഖലയുടെ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് സന്നദ്ധമാകണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി. ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത് വളരെ ഗൗരവത്തോടു തന്നെയാണ് എടുക്കുന്നത്. തിരൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തിരൂർ മുനിസിപ്പാലിറ്റിയിലെയും വളവന്നൂർ, കൽപ്പകഞ്ചേരി, വെട്ടം, താലക്കാട്, തിരുനാവയ, ആദവനാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലും വൈദ്യുതി പ്രസരണം സുഗമമാക്കുന്നതിന് താഴെ പറയുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. തിരൂർ നഗരസഭയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് വൈദ്യുതി വിതരണം നടത്തിവരുന്ന തിരൂർ 110 kV സബ്സ്റ്റേഷൻ്റെ ശേഷി 55.5 MVAയിൽ നിന്നും 60 MVA ഉയർത്തുന്നുള്ള പ്രവൃത്തികൾ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ട്രാൻസ്ഫോർമർ ലഭ്യമാക്കുന്ന മുറയ്ക്ക് പ്രസ്തുത പദ്ധതി പൂർത്തീകരിക്കണം. ട്രാൻസ്ഫോർമർ കിട്ടാനുള്ള എല്ലാ നടപടിയും എടുത്തിട്ടുണ്ട്. തിരൂർ നിയോജകമണ്ഡലത്തെ സമഗ്ര വികസനം ലക്ഷ്യം വയ്ക്കുന്ന വേങ്ങല്ലൂർ 220 kV GIS സബ്സ്റ്റേഷനുള്ള സ്ഥലമെടുപ്പ് അന്തിമഘട്ടത്തിലാണ്. അതിൻ്റെ പണവും ഇപ്പോൾ അടച്ചു കഴിക്കുന്നില്ല. ഇനി അത് MLA തന്നെ ഒന്ന് മുൻകൈ എടുത്ത് സ്ഥലം എടുക്കുന്നതിൻ്റെ നടപടികൾ പൂർത്തിയാക്കിയാൽ മതി. പണം അടച്ചു. അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്ത് ആദ്യഘട്ടം നിലയ്ക്ക് 110 kV ട്രാൻസ്ഫോർമറും അനുബന്ധ 11 kV ഫീഡറുകളും സ്ഥാപിക്കാനുള്ള നടപടികളും പുരോഗമിച്ചു വരുന്നു. കൽപ്പകഞ്ചേരി, തിരുനാവായ എന്നീ പ്രദേശങ്ങളിലെ വൈദ്യുതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നിലവിലുള്ള കൽപ്പകഞ്ചേരി, തിരുനാവായ എന്നീ 33 kV സബ്സ്റ്റേഷനുകളുടെ ശേഷി 10 MVAയിൽ നിന്ന് 16 MVA ഉയർത്തുന്ന ജോലികൾ 2022 പൂർത്തീകരിച്ചു. അതോടൊപ്പം തന്നെ തിരുനാവായയിലേക്ക് വരുന്ന 33 kV ലൈൻ ഡബിൾ സർക്യൂട്ട് ആക്കുന്നതിനും വൈരങ്കോട്, കൽപ്പകഞ്ചേരി 33 kV ലൈൻ കവേർഡ് കണ്ടക്ടർ ആക്കുന്നുള്ള പ്രവൃത്തികൾ RESൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുരോഗമിക്കുന്നു. മാത്രമല്ല, കുറ്റിപ്പുറം 110 kV സബ്സ്റ്റേഷൻ ശേഷി 25 MVAയിൽ നിന്ന് 40 MVA ഉയർത്തിയതും എടരിക്കോട് 110 kV സബ്സ്റ്റേഷൻ്റെ ശേഷി 35 MVAയിൽ നിന്ന്
52.5 MVAയ്ക്ക് ഉയർത്താനുള്ള പ്രവൃത്തികളും ആദവനാട് വള്ളുവൻ പ്രദേശങ്ങളിൽ ഗുണം ലഭിക്കുന്നവയാണ്. അതോടൊപ്പം ഇപ്പോൾ നിർമ്മാണം പ്രവർത്തനം ആരംഭിച്ച കാടാമ്പുഴ 110 kV സബ്സ്റ്റേഷൻ പൂർത്തിയാക്കുന്നതോടെ ഇവിടേക്ക് സുഗമമായ വൈദ്യുതി വിതരണം സാധ്യമാകുന്നതാണ്. മലപ്പുറം പാക്കേജ് ഉൾപ്പെടുത്തി ഭാവിയിൽ വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ഉപയോഗം കണക്കിലെടുത്ത് പൊന്മുണ്ടത്ത് ഒരു 110 kV സബ്സ്റ്റേഷനും താനൂർ, കവലങ്ങാട് എന്നീ സ്ഥലങ്ങളിൽ 31 kV സ്റ്റേഷനുകളും സ്ഥാപിക്കാനുള്ള സാങ്കേതിക പരിശോധനകൾ നടന്നുവരുന്നു. മേൽപ്പറഞ്ഞ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ മണ്ഡലത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ.